ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിക്സ് അതുപോലെ അമൃതാജൻ ടൈഗർ ബാം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പല്ലിയെ ഓടിക്കാം എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശല്യക്കാരനായ പല്ലിയെ നമുക്ക് ഓടിക്കാനായി നമുക്ക് ഒരു പാത്രത്തിൽ ഒരല്പം ഇതുപോലെ വിക്സ് പുരട്ടാം. ഇത് അമൃതാജനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതാ ഞാൻ കുറച്ച് അമൃതാജനെ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഹാഫ് ലെമണാണ് കേട്ടോ. ഇതുപോലെ അല്പം ചീഞ്ഞ ലെമണൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെല്ലിയൊക്കെ പരിസരം വിട്ട് ഓടിക്കോളും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് ഇതിൻ്റെ നീരൊന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനത് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഇപ്പോൾ വിക്സിലോട്ടോ അല്ലെങ്കിൽ അമൃതാജന് ടൈഗർ ബാം അതുപോലെ മൂവൊക്കെ നമുക്ക് ഇതിന് പറ്റും കേട്ടോ. ഇതിലേക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏകദേശം മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരല്പം ചൂട് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം തിളക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ചൂടായാൽ തന്നെ മതി കേട്ടോ. ഈ മിക്സാണ് നമുക്ക് പല്ലിയെ ഓടിക്കാനുള്ള ഒരു മിക്സ്. ഏകദേശം സൗണ്ടൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ടാകും കണ്ടോ. നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു മിക്സാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ ഇത് നല്ലൊരു എഫക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാട്ടോ. അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പല്ലി വരുന്ന പരിസര പ്രദേശങ്ങളിലേക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മുടെ പല്ലി വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ ട്യൂബിൻ്റെ ഒക്കെ താഴ്വശത്താണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ട്യൂബിൻ്റെ തൊട്ട് മേലെ ആ ഒരു കസാലയൊക്കെ ഇട്ട് കയറിയതിന് ശേഷം നമുക്കത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജനലിൻ്റെ ഈ ഒരു സൈഡ്, ആ ഭാഗങ്ങളിലൊക്കെ പല്ലി, അതുപോലെ തന്നെ ജനലിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ പല്ലി വന്ന് കൂടാറുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പല്ലിയുടെ കേന്ദ്രമാണെന്ന് പറയാം. നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാഗങ്ങളിൽ പല്ലി വന്ന് അടിഞ്ഞുകൂടും. അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. മതിലിൻ്റെ ആ സൈഡിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ മറ്റൊരു ഭാഗമാണ് കിച്ചണിലെ ഈ സൈഡ്. ഈ ഇടകളിലേക്കൊക്കെ പല്ലികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഈ സൈഡുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. കിച്ചണിൻ്റെ ഈ റാക്കുകളിലൊക്കെ തീർച്ചയായും പല്ലി ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഈ സിങ്കിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ രാത്രി ഇതുപോലെ അടിച്ചു കൊടുക്കാം. അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സിങ്കിൽ ഒരല്പം അടിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് തിരുത്താൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ.